ശ്രീ റോണി കെ ബേബി. വഖഫ് നിയമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം നടന്നുവരികയാണ്. മുർഷിദാബാദിലൊക്കെ അതൊരു കലാപ സമാനമായ സാഹചര്യമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഒരു പൊതു ചടങ്ങിൽ പറയുന്നത് സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് തങ്ങൾ ഈ നിയമം പാസാക്കിയിരിക്കുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ സാമൂഹ്യ നീതിക്കായി കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതിക്കെതിരെയാണോ ഈ രാജ്യവ്യാപക പ്രക്ഷോഭം? അതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. വഖഫ് നിയമം ഇവിടെ മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. ഏതൊക്കെയാലും ഏകദേശം 9-10 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യമായി ഈ വഖഫിനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പരാമർശം സതുദ്ദേശപരമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അടുത്ത ഭിന്നിപ്പിക്കൽ തന്ത്രം, വിഭജിക്കൽ തന്ത്രം, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വല്ലാത്ത മുസ്ലിം സ്നേഹമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തില് അങ്ങ് ഒഴുകി പരക്കുന്നത് നമ്മൾ കണ്ടത്. മുസ്ലിം സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടിയാണ്, മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശമായി വന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ഇന്ന് ഏപ്രിൽ 14 തീയതിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനമാണിത്. അപ്പൊ വളരെ കൃത്യമായി തന്നെ അവിടെ സാമൂഹിക നീതി എന്നൊരു വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തുറുപ്പ് ചീട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താ സാമൂഹിക നീതി എന്ന് പറഞ്ഞാല്, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾക്കും സാമൂഹികമായ നീതി, അത് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും, അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുക. പക്ഷെ ഈ ഭരണകൂടം കൃത്യമായി കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ സാമൂഹിക നീതി നടപ്പാക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്? ഇന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നു, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു മുസ്ലിം പ്രസിഡന്റ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് 50% സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യണം. ഞാൻ ഒരു കാര്യം കൃത്യമായി അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തോട് ചോദിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, സബ്കാ വികാസ്, എല്ലാവരുടെയും വികസനം. രാജ്യത്തെ 145 കോടി ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവരുടെയും വികസനത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് എത്ര മുസ്ലിങ്ങൾക്ക് സീറ്റുകൾ നൽകി? ആകെ നൽകിയത് ഒരേ ഒരു സീറ്റാണ്, മലപ്പുറം. പക്ഷേ ആ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി ആ സ്ഥാനാർത്ഥിയെ തന്റെ പ്രചരണ വാഹനത്തിൽ പോലും കയറ്റുവാനായിട്ട് തയ്യാറായില്ല. 1952 ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ക്യാബിനറ്റിൽ, കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്തത്. ഇന്ത്യയിൽ ഏകദേശം 13-14% വരുന്ന മുസ്ലിം ജനസാമാന്യം ഉണ്ടായിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി പോലും ക്യാബിനറ്റിൽ ഇല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഈ വഖഫ് നിയമം ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. കാരണം ഇവിടെ വഖഫ് നിയമം പാസ്സാക്കിയപ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ BJPയും സംഘപരിവാറും പ്രചരിപ്പിച്ചിരുന്ന എത്രയോ വലിയ നുണക്കഥകളാണ്. ആ നുണക്കഥകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. അവര് തുടർച്ചയായി ഇവിടെ ഇന്ത്യയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രമുണ്ട്, ഒരു ഭിന്നിപ്പിക്കലിന്റെ തന്ത്രം, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന്റെ തന്ത്രം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഫാൾസ് ആയിട്ടുള്ള നുണക്കഥകളൊക്കെ വല്ലാതെ പ്രചരിപ്പിച്ച് ഇവിടെ ലോക്സഭയില് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ ആദ്യം പറഞ്ഞു 4 ലക്ഷം ഏക്കറാണ് അത്ര വഖഫിനുള്ളത്. പിന്നീട് അത് 9.4 ലക്ഷം ഏക്കറായി. അവസാനം ഈ വഖഫ് നിയമം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ പാർലമെന്റിൽ പറയുന്നത് 38 ലക്ഷം ഏക്കർ സ്ഥലമാണ് അത്ര വഖഫിനുള്ളത്. ഇവിടെ BJPയുടെ കേന്ദ്രങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ചത് റെയിൽവേയും മിലിറ്ററിയും കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും വലിയ ലാൻഡ് ഹോൾഡർ ആണ് വഖഫ്. പക്ഷെ പിറ്റേ ദിവസം വഖഫ് നിയമം പാസ്സാക്കിയതിന് പിറ്റേ ദിവസം RSSന്റെ മുഖപത്രം ഓർഗനൈസർ പറയുന്നു, അല്ല, 18 കോടി മുസ്ലിങ്ങള് 9.4 ലക്ഷമാണ് വഖഫ് ബോർഡിലൂടെ അല്ല വഖഫ് ബോർഡ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ കത്തോലിക്ക സഭ കൈവശം വെച്ചിരിക്കുന്നത് 18 കോടിയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ കണക്കിന്റെ ഒക്കെ ആധികാരികത എന്താണ്? ഇവിടെ ഇതുപോലെയുള്ള നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്ന BJP കൊണ്ടുവരുന്ന ഓരോ നിയമവും ഞാൻ കൃത്യമായി പറയാം. ാക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ BJP പറഞ്ഞു, പ്രധാനമന്ത്രി പറയുന്നത് മുസ്ലിം സ്ത്രീകൾ അവരുടെ വിഷമം മാറ്റുവാൻ വേണ്ടി, അവരുടെ വേദന മാറ്റുവാൻ വേണ്ടി, അവരുടെ സങ്കടം മാറ്റുവാൻ വേണ്ടി, കൃത്യമായി പറഞ്ഞാൽ ഈ ജനുവരി മാസം 29-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് ഇവിടെ അറ്റോർണി ജനറൽ തുഷാർ മേത്തയോട് ചോദിച്ചു, വഖഫ് അല്ലെങ്കിൽ ഈ പറയുന്ന മുത്തലാഖ് നിയമപ്രകാരം നിങ്ങൾ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്?